അതുകൊണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീയും ഗലീലക്കാരനാണോ എന്ന് ചോദിച്ച പുച്ഛ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇനി നാട്ടുകാരുടെ അഭിപ്രായം, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരും. പൊതുവെയുള്ള പഴഞ്ചൊല്ല്, ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേക്കുമോ? അർത്ഥാൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗലീല. ഇത് പണ്ട് നമ്മുടെ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ അരമനയും ആലയും ഒന്നിച്ചു പണിതു. പണിയപ്പെട്ട അരമനയ്ക്കും ആലയത്തിനും സരളവൃക്ഷം വേണമായിരുന്നു. അതിന് അന്നത്തെ സീതോന്യ രാജാവായ, അന്നത്തെ ഏറ്റവും ധനമുള്ള സ്ഥലമാണ് സീതോൻ. സീതോന്യ രാജാവായ ഹീരാമനോട് പറഞ്ഞു, എനിക്ക് അല്പം തടി വേണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തോ സ്നേഹിത, ഇഷ്ടം പോലെ തരാമല്ലോ. അവൻ്റെ അരമനയ്ക്കും യെരൂശലേം ദേവാലയത്തിനുള്ള തടി മൊത്തം ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരല്ലിയെ പറഞ്ഞാൽ എല്ലാം കിട്ടി. ഇതിൻ്റെ ഡെഡിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ഇറങ്ങി ശലോമൻ അങ്ങനെ സന്തോഷമായിരുന്നു തീരുമാനിച്ച്, എനിക്ക് ഈ തടിയെല്ലാം ചുമ്മാ അതിന് ആ പുള്ളിക്കൊന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ആ പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് ഹീരാമനെ വിളിച്ചിട്ട് ഈ ഗലീല ദേശത്തെ 9 പട്ടണങ്ങൾ അദ്ദേഹത്തിന് സൗജന്യമായി കൊടുത്തു. അപ്പോൾ തൻ്റെ രാജ്യത്തോട് ചേർക്കാൻ ഒരു 9 പട്ടണമുള്ള ഒരു രാജ്യം കൂടെ കിട്ടിയപ്പോൾ ചേർക്കാൻ വേണ്ടി സൈന്യസമേതം ഹീരാം ഈ ഗലീലയിൽ വന്ന് ഈ ഗലീലയിലെ ദേശങ്ങളൊന്ന് കണ്ടിട്ട് ശലോമോനെ വിളിച്ചൊരു പേരുണ്ട്, സഹോദര ശലോമോനെ. പെന്തിക്കോസുകാർ വിളിക്കുന്ന ഭാഷ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? സഹോദര ശലോമോനെ, ഇത് ആർക്ക് വേണമെടാ? സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടു പോയി, കാബൂൾ ദേശം. അപ്പൊ ഗലീലയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട്, എന്താണ്? ഡാർക്ക്നെസ്, അന്ധകാരം കുടികുത്തി വാഴുന്ന ദേശം, മരണത്തിൻ്റെ നിഴലുള്ള താഴ്വര. ആത്മക്കണ്ണുള്ള സൂക്ഷിച്ചു നോക്കിയാൽ മരണം ഇങ്ങനെ നടക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. അജ്ഞതയുടെ ദേശം, അജ്ഞാനികളുടെ ദേശം. ഇനി ഇവർ അരാമ്യ ഭാഷ പറഞ്ഞാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കൂടുതൽ പ്രസംഗങ്ങളും അരാമ്യ ഭാഷയാണ്. നല്ലല്ലേ പറഞ്ഞേ? നല്ല അല്ലല്ലേ പറയണം. ദൂതിലേക്ക് വരിക, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ ക്രൂശേ കിടന്നുകൊണ്ട് പറഞ്ഞതും അരാമ്യ ഭാഷയാ. ഏലോഹീം ഏലോഹീം ലമ്മാ ശബത്താനി എന്ന് പറഞ്ഞാൽ അരാമ്യ ഭാഷയാ. യഹൂദന്മാർക്ക് തോന്നി എന്തുവാ പറഞ്ഞ്, ഏലിയാവിനെ വിളിക്കുവാന്ന് തോന്നി. അത് അവർക്കൊന്നും ഈ ഭാഷ വലിയ പിടിയില്ല. ഒരല്ലിയ പറഞ്ഞ്. ഇനി ഗലീലയെന്ന് തിരഞ്ഞെടുത്ത് ഈ 12 ശിഷ്യന്മാർക്ക് ഈ ഭാഷ വലിയ വശമില്ല. കാരണം വളരെ ലളിതമായ യേശു അരാമ്യ ഭാഷയെ പറഞ്ഞ് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. കുറച്ച് വഴി വീണു, കാക ഒത്തിക്കൊണ്ടുപോയി. കുറച്ച് പാറ സ്ഥലത്ത് വീണു, വേരില്ലാഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. കുറച്ച് മുള്ളിനിടെ വീണു, കിളുത്ത് വന്നെങ്കിലും മുള്ളു ഞെരുക്കുകയാൽ അതെല്ലാം ഞെരുങ്ങിപ്പോയി. കുറച്ച് മാത്രം നല്ല നിലത്ത് വീണു. അത് 30ഉം 60ഉം ലളിതമല്ലേ? അതിൻ്റെ ഹീബ്രു ഞാൻ പറയണോ? പറഞ്ഞേ മിണ്ടുന്നില്ല. ഈ കൊച്ചറേ വന്ന് ഞാൻ അതിൻ്റെ ഗ്രീക്ക് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഗ്രീക്കിൽ വിത്തെന്ന് പറഞ്ഞ് എന്നാന്ന് പറയണോ? പക്ഷേ ഈ ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. നിങ്ങൾക്ക് പിടികിട്ടി. ശിഷ്യന്മാർ വൈകിട്ട് വന്നപ്പോൾ രഹസ്യമായിട്ട് ചോദിക്കുക, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന്. അവരുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലായോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ഇത്ര സിമ്പിളായ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ട് അവർ വൈകിട്ട് ചോദിക്കുക, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരാമ്യ ഭാഷയെ പറഞ്ഞാൽ പോലും അവർക്ക് അതിൻ്റെ പൊരുൾ തിരിക്കാൻ അറിയത്തില്ലാത്ത കുറേ പാവങ്ങളെയാണ് ശിഷ്യരാക്കി. പ്രൈസ് ദി ലോർഡ്. അവരുടെ പുറകിൽ DRO PRO REVO ഒന്നുമില്ലായിരുന്നു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നാടൻ ഗ്രാമീണ ഭാഷ പോലും ശരിക്കറിയത്തില്ലാത്ത 12 തിരഞ്ഞെടുക്കുന്ന ഉടനെ ഇച്ചിരി വിദ്യാഭ്യാസവും വിവരമുള്ള പുള്ളി രാത്രി വീട്ടിൽ വന്നായിരുന്നു. സ്തോത്രം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസ് എന്ന് പറഞ്ഞ ജ്ഞാനിയായ സന്നിധി സംഘത്തിൽ അംഗമുള്ള പണ്ഡിതനായ ഗുരുവായ ഉപദേഷ്ടാവ്, എല്ലാ ഭാഷയും പ്രസംഗിക്കാൻ അറിയാവുന്നതാണ്. ആ പുള്ളിയെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കണ്ടേ? അത് ന്യായമായിട്ട് ഈ 12 പേർക്കും അരാമ്യ ഭാഷ പോലും അറിയത്തില്ലാത്തപ്പം ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ള പുള്ളി ഇങ്ങോട്ട് കയറി വന്നാൽ പുള്ളിയെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കണ്ടേ?
അവനോട് പറഞ്ഞു നീ വീണ്ടും പുതുതായി ജനിക്കാൻ പറഞ്ഞു വിട്ടു. നിങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ കർത്താവ് വരുന്നവരെല്ലാം ചേർത്ത് അങ്ങ് പ്രസിഡന്റ് ആക്കത്തില്ല. കർത്താവ് പറഞ്ഞു നീ പോയി പുതുതായി ജനിക്കണം, ജനിച്ചില്ല സ്വർഗരാജ്യം കാണത്തില്ലെന്ന് പറഞ്ഞു. ഒരല്ലിയെ പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി വന്നതെല്ലാം ചേർക്കുന്നില്ല. കർത്താവ് ബോധിച്ചവരെ തെരഞ്ഞെടുത്ത് ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നീ പ്രാർത്ഥിച്ചിരുന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമടിച്ചോ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ദൈവത്തിന് ഇവിടുത്തെ ഏതെങ്കിലും കഴിവുകളല്ല വിഷയം. Oh, hallelujah. Praise the Lord. Praise the Lord. നല്ല സ്നേഹിതന് കർത്താവിനുണ്ടായിരുന്നു. ധനാഢ്യനായ പരീശനായ ശീമോൻ കർത്താവിനെ ഡിന്നറിന് വിളിച്ചു. അപ്പൊ നല്ല കാശുള്ള ആളുകളെ ആർക്കറിയാം? കർത്താവിനറിയാം. മർക്കോസിന്റെ മാളിക മുറി കർത്താവിന്റെ സ്നേഹിതന്റെ വീടാ. ഇവിടെ ഹൈ റേഞ്ചിൽ ഏലക്കായിക്കൊക്കെ നല്ല വില, കുരുമുളകിനും നല്ല വില. നിങ്ങളൊക്കെ നല്ല കാശുകാരായി കാണും, എനിക്കറിയത്തില്ല. പണ്ടിവിടെ 5 രൂപയ്ക്ക് ഒരു ഇതിൻ്റെ ഭൂമി കിട്ടുമെന്ന് എൻ്റെ വല്യപ്പൻ പറഞ്ഞു. ഞങ്ങൾക്ക് കമ്പംമേട്ടി സ്ഥലമുണ്ടായിരുന്നു, മണ്ടംമേട്ടി. അന്നത്തെ അറിവാണ്. അതെല്ലാം വിറ്റ് പറക്കി അവർ നാട്ടിൽ പോന്നു. അപ്പോൾ അന്ന് 5 രൂപയ്ക്കൊക്കെ സ്ഥലം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് 5 രൂപയ്ക്ക് വിലയുണ്ട്. എനിവേ, എന്നാലും 120 പേർക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാവുന്ന ഒരു ഹോളുള്ള വീട് ആർക്കുണ്ട് ഇവിടെ? ഹൈറേഞ്ചിൽ കോമഡിയിലുള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് പോയിക്ക്. 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന വീട്, ഹോളല്ല. നിങ്ങളുടെ വീടിനകത്ത് 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന റൂമുണ്ടോ? ഇല്ല. മർക്കോസിനുണ്ടായിരുന്നു. 2000 വർഷം മുമ്പേ 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന റൂം മർക്കോസിനുണ്ടായിരുന്നെന്ന്. അന്ന് ഡിസ്പോസബിൾ ഗ്ലാസ് ഇല്ല, ഡിസ്പോസബിൾ പ്ലേറ്റ് ഇല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത് എന്തുവാ? ഈ എല്ലാവരുടെയും വീട്ടിൽ ഷോക്കേസ് ഉണ്ട്. ഷോക്കേസ് ഷോയുള്ള പൂക്കളൊക്കെ വെക്കാനാണ്. പക്ഷേ പിള്ളേർ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസും പ്ലേറ്റും വെച്ചേക്കുക. അത് കൊണ്ടുവന്ന് വെച്ചതിന് പാറ്റ കാട്ട വെച്ചിരിക്കുന്നതല്ലാതെ എടുക്കത്തില്ല. എന്നിട്ട് കഴിക്കുന്ന ഡിസ്പോസബിളിനകത്താണ്. നീ ചാകുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും അതിനകത്ത് ആഹാരം കഴിക്കണം. ഒരു അല്ലല്ലേ പറഞ്ഞേ. പിന്നെ ഗസ്റ്റ് പാർസൊക്കെ വരെ കൊടുക്കുന്ന ഡിസ്പോസബിളിനകത്ത്. അപ്പം വല്ലപ്പോഴും നല്ല ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് വെള്ളം നീ എന്ത് ചെയ്യണം? കുടിച്ചേച്ച് ചാകെ. ഞാൻ സന്തോഷം കൊണ്ട് പറയാം, ഇത് അലമാരി വെക്കാനുള്ള സാധനം അല്ല അല്ല അല്ല. സ്തോത്രം. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗറൊക്കെ വന്നാൽ പിന്നെ ഇതൊന്നും കഴിക്കാനൊക്കത്തില്ല. കഴിക്കാൻ ഒക്കുമ്പോൾ നീ വല്ലതും കഴിച്ചോണം. ചന്തയിലും മത്തിയും ചാളയും കിളിമീനും തന്നെയല്ല, അത്യാവശ്യമുള്ളപ്പോൾ എപ്പോഴും വേണ്ട. നെന്മീനും മോദയും ആവോലിയൊക്കെ ഉണ്ട്. എപ്പോഴും ഈ കമ്പം പാസ്റ്റ് മാത്രമല്ല, ആട്ടിറച്ചിയുണ്ട്. എന്നും വേണ്ട. ഇതൊക്കെ പറയാൻ കാര്യം, ഞാൻ ഈ ഞങ്ങളെ സെൻറ്ററിൻ്റെയൊക്കെ ചുമരയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 പിള്ളേർ അമേരിക്കയിൽ നിന്നും 2 പിള്ളേർ UK നിന്ന്, ഒരുത്തൻ കാനഡയിൽ നിന്ന് 6 എണ്ണം ഫാമിലി സമേതം വന്നു. അച്ഛൻ്റെ ബോഡി ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പപ്പായെ എടുക്കണ്ടേ. അത് ശനിയാഴ്ച രാവിലെ. ഞാൻ അത്രയും നീട്ടണോ? ഞങ്ങൾക്ക് തുണിയൊക്കെ എടുക്കണം, പിന്നെ മറ്റു കാര്യമൊക്കെ ക്രമീകരിക്കണം. 3 ദിവസം ഒരു മഹാലക്ഷ്മിയിലായിരുന്നു വെള്ള എടുക്കാൻ. പിന്നെ പിള്ളേർ പുട്ടിയിടാനും ലിപ്റ്റിക്ക് അടിക്കാനെല്ലാം കൊണ്ട് ഒരു ദിവസം വേറെ. അങ്ങനെ ശനിയാഴ്ച വരെ. നമുക്കിവർ പറഞ്ഞ് കേൾക്കാതിരിക്കാത്തല്ല, കാരണം അവരുടെ കയ്യിലാണ് നമ്മുടെ സഭ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ, ഒരല്ലേരിയെ പറയണം. അപ്പം പറഞ്ഞു അത്ര 7 മണിക്ക് മോർച്ചറിൽ നിന്ന് എടുക്കണം, 8 മണിക്ക് വീട്ടിൽ കൊണ്ടുവരണം, പെരയ്ക്കകത്ത് 20 മിനിറ്റ് വെക്കണം. അയ്യോ, ആ മനുഷ്യൻ എന്ത് കഷ്ടപ്പെടുണ്ടാക്കിയ പെരയാന്നറിയാം. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ വേണ്ട 1 മണിക്കൂർ വേണ്ട, 20 മിനിറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും 20 മിനിറ്റ് കൂടി പെരയ്ക്കകത്ത് വെക്കത്തില്ല. 20 മിനിറ്റ് കഴിയുമ്പം ബോഡി, ഡാഡിയല്ല ബോഡി മുറ്റത്തിറക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ പെരയ്ക്കകത്ത് അത് വേണ്ട, എല്ലാം ചവിട്ടി തേച്ച് മുറ്റത്ത് വന്നങ്ങ് ഇങ്ങനെ അങ്ങ് പൊക്കോളൂ. ഒരല്ലേലിയെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കിടക്കാൻ സമയമുള്ളപ്പോൾ മരന്തലൊക്കെ കിടക്കണം നീ. പിന്നെ നിന്നെ വെക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കഴിക്കാൻ ഒക്കുമ്പോൾ ഈ നല്ല പ്ലേറ്റിലൊക്കെ ഒരു നേരം വരെ നല്ല പ്ലേറ്റ് കഴിച്ചിരിക്കാമല്ലോ. ഹലോ, വിഷയം വിട്ടുപോകാൻ ഞാൻ വരുവാണ്, ഇവിടെ വരണം. അപ്പം അന്ന് 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന ഒരു ഹോള് മർക്കോസിനുണ്ട്. അത് 3-ാമത്തെ നിലയിലാണ്. ഇവിടെ 2 നിലയുണ്ട്. നിന്നെ നടപ്പോ കണ്ടാന്ന് തോന്നുന്നു, നിൻ്റെ കയ്യിൽ എയർപോർട്ടാണ്.
പക്ഷെ അന്ന് 3-ാം നിലയുടെ അതിൻ്റെ മോളിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴാണ് ഈ പുള്ളി താഴെ വീണേ. പണ്ടേ കാശുകാരൊക്കെ ഉണ്ടെന്നേ, പക്ഷെ കർത്താവ് താമസിച്ചത് ഒലുമലയിലാണ്. സ്തോത്രം പറയണം, അല്ല സ്തോത്രം പറയണം. ശിഷ്യന്മാർ ഈ പ്രാവശ്യമെങ്കിലും ഒരു പെസക അതിലേത് വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞത്. നിങ്ങൾ പട്ടണത്തിൽ ചെല്ലണം. അപ്പം അവൻ്റെ വീട് പട്ടണത്തിൽ ചെല്ലണം. അന്ന് പട്ടണങ്ങളുണ്ട്, അല്ലല്ലേ പറഞ്ഞ്. അവിടെ നട്ടുച്ച നേരത്തെ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായിട്ട് പ്രത്യക്ഷപ്പെടും. അതിന് ആവിയേറ്ററാണ്. സ്തോത്രം. ഗൂഗിൾ മാപ്പാ. നീ അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചോണ്ട് വരല്ലേ, അവനോട് മിണ്ടല്ലേ. അവൻ വെള്ളം കൊണ്ട് ഇങ്ങനെ പോയി ഒരു മാളിക മുറി കയറും. അവൻ്റെ പുറകെ കയറണം, പിന്നെ അവനെ കാണത്തേ ഇല്ല. സ്തോത്രം. അപ്പം വീട്ടൂടെ അവൻ ഇറങ്ങി വരും. അവനോട് ചോദിക്കണം, വഴിയാത്രക്കാരോട് ചോദിക്കല്ലേ, അവനോട് ചോദിക്കണം, ഗുരുവുമായി ഞങ്ങൾ എവിടെയാണ് പെസക കഴിക്കേണ്ടത്. അപ്പം അവൻ നിങ്ങളെ വിരിച്ചൊരുക്കിയ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുക, അല്ലാതെ ഉപദേശി വരുമ്പോൾ ചൂലും എടുത്തോണ്ട് വരികയല്ല. ഹലോ, നമ്മുടെ കൂട്ട് ഉപദേശിയെ കാണുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ചൂലും കൊണ്ട് വരികയല്ല, അത് വിരിച്ചൊരുക്കിയിട്ടേക്കുക. അവനറിയാം ഏത് സമയത്തും കർത്താവിന് എൻ്റെ ഭവനം ആവശ്യം വരുമെന്ന്. അങ്ങനെ ഒരുക്കിയിട്ട ഭവനവും ഒരുക്കിയിട്ട ഹൃദയമുള്ളവരൊക്കെ നല്ലപോലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഇന്ന് രാത്രി നിന്റെ ഹൃദയം ഒരുക്കപ്പെട്ടതാണെങ്കിൽ സ്വർഗം അതിനകത്തേക്ക് വിത്തുകൾ വിതയ്ക്കും. ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.